ബ്ലാക്ക് വിഡോയും അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയെ തപ്പി ക്യാപ്റ്റൻ അമേരിക്കയുടെ റൂമിലേക്ക് എത്തുകയാണ്. എന്നാൽ അവർ നോക്കുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക അവിടെയില്ല. ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പോൾ 1944 അതും ഒരു വാർ സോണിൽ. ക്യാപ്റ്റൻ അമേരിക്ക തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബക്കി ബാൺസിനോടൊപ്പം ഹൈഡ്രയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ബാരൻ സീമോയാണ് ഹൈഡ്രയെ കൺട്രോൾ ചെയ്യുന്നത്. ക്യാപ്റ്റൻ അമേരിക്കയും ബക്കി ബാൺസും ബാരൻ സീമോയുടെ ഹൈഡ്ര സോൾജേഴ്സുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്തുന്നു. ഒരു വിധത്തിൽ ഹൈഡ്ര സോൾജേഴ്സിനെ തറ പറ്റിച്ച ക്യാപ്റ്റൻ അമേരിക്കയും ബക്കി ബാൺസും ബാരൻ സീമോയുടെ പേഴ്സണൽ ഹൈഡ്ര ഔട്ട്പോസ്റ്റിലേക്ക് കടന്നു കയറുന്നു. ഔട്ട്പോസ്റ്റിലെ ട്രാപ്പുകളെല്ലാം ഒരു വിധത്തിൽ മറികടന്ന ക്യാപ്റ്റൻ അമേരിക്കയുടെയും ബക്കിയുടെയും മുൻപിലേക്ക് ബാരൻ സീമോ തന്റെ ഹൈഡ്ര റോബോട്ട് സോൾജേഴ്സിനെ കൊണ്ടുവരികയാണ്. ബാരൻ സീമോയുടെ ഹൈഡ്ര റോബോട്ട് സോൾജേഴ്സുമായിട്ട് ക്യാപ്റ്റൻ അമേരിക്കയും ബക്കി ബാൺസും ഏറ്റുമുട്ടുന്നതിന്റെ ഇടയ്ക്ക് ബാരൻ സീമോ ബക്കി ബാൺസിനെ ഷോക്ക് അടിപ്പിച്ച് ബോധരഹിതനാക്കുന്നു. എന്നിട്ട് സീമോയുടെ സോൾജേഴ്സ് ബക്കിയെ എടുത്തോണ്ട് പോവുകയാണ്. ഈ സമയത്ത് അയൺമാനും ബ്ലാക്ക് വിഡോയും ക്യാപ്റ്റൻ അമേരിക്കയെ അന്വേഷിച്ച് പഴയ ഒരു ബിൽഡിംഗിലേക്ക് എത്തുന്നു. അവർ നോക്കുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ അവിടെ മറ്റാരുമില്ല. അയൺമാനെയും ബ്ലാക്ക് വിഡോയെയും കണ്ട ക്യാപ്റ്റൻ അമേരിക്ക അവർ ഹൈഡ്ര സോൾജേഴ്സ് ആണെന്ന് വിചാരിച്ച് അവരെ ആക്രമിക്കുവാണ്. എന്തായാലും ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം ബ്ലാക്ക് വിഡോയുടെ സഹായത്തോടെ അയൺമാൻ ക്യാപ്റ്റൻ അമേരിക്കയെ ഡിഫീറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ബാരൻ സീമോ അവിടേക്ക് വന്നിട്ട് തന്റെ സൂപ്പർ സോൾജർ സെറം ഉപയോഗിച്ച് തന്റെ ഹൈഡ്ര സോൾജേഴ്സിനെ പവർഫുൾ ആക്കുകയാണ്. അയൺമാനും ബ്ലാക്ക് വിഡോയും ഹൈഡ്ര സോൾജേഴ്സുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്തുന്നു. അവർ എന്തൊക്കെ ചെയ്ത് ഹൈഡ്ര സോൾജേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ശ്രമമെല്ലാം പാളിപ്പോവുകയാണ്. ബാരൻ സീമോയ്ക്ക് തന്റെ അച്ഛൻ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ സോൾജർ സെറം വേണം. അത് കണ്ടെടുക്കണമെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക വേണം. അതിനു വേണ്ടിയിട്ട് ബാരൻ സീമോ ഹിപ്നോട്ടൈസ് ചെയ്തതാണ് ക്യാപ്റ്റൻ അമേരിക്കയെ. എന്തായാലും ക്യാപ്റ്റൻ അമേരിക്കയെ ഹിപ്നോട്ടൈസ് ചെയ്ത് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്ത് ബാരൻ സീമോ തന്റെ അച്ഛൻ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ സോൾജർ സെറം കണ്ടുപിടിക്കുന്നു. ആ സൂപ്പർ സോൾജർ സെറം തന്നിലേക്ക് ഇൻജെക്ട് ചെയ്ത ബാരൻ സീമോ പെട്ടെന്ന് തന്നെ പവർഫുൾ ആവുകയാണ്. ഈ സമയത്ത് ബാരൻ സീമോയുടെ ഹൈഡ്ര സോൾജേഴ്സിനെ ഡിഫീറ്റ് ചെയ്ത അയൺമാനെയും ബ്ലാക്ക് വിഡോയെയും ബാരൻ സീമോ ആക്രമിക്കുന്നു. ഒരു നീണ്ട പോരാട്ടത്തിനൊടുവിൽ അയൺമാനെയും ബ്ലാക്ക് വിഡോയെയും ബാരൻ സീമോ തറ പറ്റിക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്ക പെട്ടെന്ന് നോർമലായി. അയൺമാനെ കൊല്ലാൻ ശ്രമിക്കുന്ന ബാരൻ സീമോയെ ക്യാപ്റ്റൻ അമേരിക്ക തന്റെ വൈബ്രേനിയം ഷീൽഡിന്റെ സഹായത്തോടെ ആക്രമിക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്കയും ബാരൻ സീമോയുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. പോരാട്ടത്തിനൊടുവിൽ അയൺമാന്റെയും ബ്ലാക്ക് വിഡോയുടെയും സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക ബാരൻ സീമോയെ ഡിഫീറ്റ് ചെയ്യുന്നു. ബാരൻ സീമോ വിട്ടുകൊടുത്തില്ല. സീമോ അവഞ്ചേഴ്സിനെ ഷൂട്ട് ചെയ്യുവാണ്. സീമോയുടെ ആക്രമണത്തിന്റെ ആഘാതത്തിൽ ആ കെട്ടിടം തകരാൻ പോകുവാണ്. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബാരൻ സീമോയെ ആക്രമിക്കുന്നതോടെ ബാരൻ സീമോയുടെ പക്കൽ നിന്നും തന്റെ അച്ഛൻ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ സോൾജർ സെറം തെറിച്ച് കടലിലേക്ക് വീഴുകയാണ്. അത് കണ്ട സീമോ കടലിലേക്ക് വീഴാൻ പോകുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക സീമോയെ താങ്ങി പിടിക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ അമേരിക്കയുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞിട്ട് ബാരൻ സീമോ കടലിലേക്ക് വീഴുന്നു. അവിടം പൂർണ്ണമായിട്ടും നശിക്കുന്നതിന് മുൻപേ അയൺമാനും ബ്ലാക്ക് വിഡോയും ക്യാപ്റ്റൻ അമേരിക്കയെ സേവ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നമുക്കെന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.